ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദിവാന്റെ ഗുരുഭക്തി. പ്രിയരെ, തിരുവിതാംകൂർ ദിവാനായിരുന്ന വാട്സ് സാഹിബിന് ഒരിക്കൽ ഗുരുദേവനെ കാണണമെന്ന ആഗ്രഹമുണ്ടായി. ആ വിവരം ശിവഗിരി മഠത്തിൽ ഒരു ദൂതൻ മുഖേന അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ദിവാൻ ശിവഗിരിയിലെത്തുമെന്ന വാർത്ത ഒരു ദിവസം പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നു. അതോടെ ജനങ്ങൾ അന്നേ ദിവസം രാവിലെ തന്നെ ശിവഗിരിയിലെത്തി കൂട്ടം കൂടി നിന്നു. അക്കാലത്ത് പർണശാലയുടെ മുറ്റത്ത് വലിയൊരു മുത്തശ്ശി മാവുണ്ടായിരുന്നു. അതിന്റെ ശാഖകൾ പടർന്നു പന്തലിച്ച് നല്ല പഞ്ചസാര മണൽ വിരിച്ചിരിക്കുന്ന ആ മുറ്റമാകെ തണൽ വിരിച്ചാണ് നിന്നിരുന്നത്. അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ആ മാവിൻ ചുവട്ടിൽ 2 കസേരകൾ പുതിയ കമ്പിളി വിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായി. അവിടെ വന്നുകൂടിയിരുന്ന ജനങ്ങൾ ആ മുറ്റത്തിന് ചുറ്റിലുമായി നിൽക്കുകയായിരുന്നു. 3 മണിയായതോടെ ഗുരുദേവൻ പർണശാലയിൽ നിന്നിറങ്ങി വന്ന് ഒരു ചാരുകസേരയിൽ ഇരിപ്പായി. അല്പനേരം കഴിഞ്ഞപ്പോൾ ദിവാൻ വാട്സും സംഘവും ഗുരുസന്നിധിയിൽ എത്തിച്ചേർന്നു. അദ്ദേഹം വലിയ ആദരവോടെ ഗുരുദേവനെ വന്ദിച്ചു. അത് കഴിഞ്ഞ് മാവിൻ ചുവട്ടിൽ ഇട്ടിരുന്ന ഒരു കസേരയിൽ ആസനസ്ഥനായി. അദ്ദേഹത്തോടൊപ്പം വന്നു ചേർന്നിരുന്ന മറ്റു ചില പ്രമുഖർ അവിടെ കൂടി നിന്നിരുന്ന ജനങ്ങൾക്കൊപ്പം പോയി നിന്നു. ഗുരുദേവൻ മലയാളത്തിലായിരുന്നു അപ്പോൾ സംഭാഷണം ആരംഭിച്ചത്. സാഹിബിനോട് ഗുരുദേവൻ മലയാളത്തിൽ പറയുന്നത് കേട്ട് ആളുകൾ ആശ്ചര്യപ്പെട്ടു നിന്നു. ഗുരുദേവൻ പറഞ്ഞതിനെല്ലാം ദിവാൻ മലയാളത്തിൽ തന്നെ മറുപടി പറഞ്ഞപ്പോഴാണ് വാട്സ് സാഹിബിന് മലയാള ഭാഷ അറിയാമെന്ന കാര്യം അവിടെ നിന്നിരുന്ന ജനങ്ങളിലധികവും അറിയുന്നത്. വാട്സ് സാഹിബിന് മലയാളം അറിയാമെന്നുള്ള കാര്യം ഗുരുദേവന് എങ്ങനെ അറിയാമെന്നായിരുന്നു അപ്പോൾ ആളുകളെ ആശ്ചര്യപ്പെടുത്തിയിരുന്നത്. വിദ്യാലയങ്ങളെപ്പറ്റിയുള്ള ഗുരുദേവന്റെ സംഭാഷണമെല്ലാം ഒരു ഗവേഷണ വിദ്യാർത്ഥിയെപ്പോലെ ഇരുന്ന് ശ്രദ്ധിക്കുന്ന ദിവാനെ ജനങ്ങൾ കൗതുകത്തോടെ നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സംഭാഷണത്തിനിടയിൽ ഗുരുദേവൻ എഴുന്നേറ്റ് പർണശാലയ്ക്കുള്ളിലേക്ക് പോയി. അല്പസമയത്തിനകം തന്നെ നല്ല നിറമുള്ള 3 വലിയ ഓറഞ്ചുകളുമായി ഇറങ്ങി വരികയും ചെയ്തു. ആ ഓറഞ്ച് ഗുരുദേവന്റെ തൃക്കരങ്ങളിൽ നിന്നും ഒരു പ്രസാദമെന്ന പോലെ ദിവാൻ 2 കൈകളും നീട്ടി സ്വീകരിച്ചു. വീണ്ടും സംഭാഷണം തുടരുന്നതിനിടെ അദ്ദേഹം ആ ഓറഞ്ചുകൾ ഓരോന്നായി പൊളിച്ചു തിന്നാൻ തുടങ്ങി. അത്രയും മധുരവും നീരുമുള്ള ഓറഞ്ച് അപൂർവമായേ തിന്നിട്ടുള്ളൂ എന്ന് ദിവാൻ പറഞ്ഞപ്പോൾ ഗുരുദേവൻ ഒന്ന് മന്ദഹസിച്ചു. ആ 3 ഓറഞ്ചുകളും അവിടെ ഇരുന്നു തന്നെ ദിവാൻ തിന്നു തീർത്തു. അതിന്റെ പൊളിച്ചെടുത്ത തോടുകളും അരികളും തന്റെ കയ്യിൽ വെച്ചുകൊണ്ട് അദ്ദേഹം സംഭാഷണത്തിൽ വീണ്ടും മുഴുകിയിരുന്നു. ഒരു മഹാത്മാവിന്റെ തിരുസന്നിധിയിൽ ആഹാരാവശിഷ്ടങ്ങൾ ഇടുന്നത് ഉചിതമല്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പിന്നീട് ആ സംഭാഷണം നീണ്ടുപോകുന്നതിനിടയിൽ ദിവാൻ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഒരു നിറമുള്ള തൂവാല പുറത്തെടുത്തു. അത് മുഖം തുടക്കാനായിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ അദ്ദേഹം കയ്യിൽ വെച്ചിരിക്കുകയായിരുന്ന ഓറഞ്ചിന്റെ അവശിഷ്ടങ്ങളെല്ലാം ആ തൂവാലയിൽ പൊതിഞ്ഞെടുത്ത് സ്വന്തം കോട്ടിന്റെ തന്നെ പോക്കറ്റിൽ നിക്ഷേപിക്കുകയായിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തിന്റെ ഗുരുഭക്തി കണ്ട് അതിശയിച്ചു നിന്നു. സ്നേഹപൂർവ്വം രഞ്ജൻ കൈനാട്.